ഹലോ എല്ലാവർക്കും എൻ്റെ വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ കാണിക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത ഒരു ദിവസം എനിക്ക് വേണ്ടി മാത്രമായിട്ട്, അതായത് ലേഡീസ് സ്പെഷ്യലാട്ടോ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോസൊക്കെ കാണിക്കാറുണ്ട്. എന്താ പറയുക, ലൈക്ക് ബോഡി മസാജിങ്ങിന് പോകുന്നു, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ. പിന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഹോം റെമഡീസ്, ലൈക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ ചെയ്യാവുന്ന ഫേസ് വാഷും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. എനിക്കറിയാവുന്ന സിമ്പിൾ എന്നാൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിക്കാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത ഒരു ഞാൻ നേരത്തെയും കടയിൽ പോയിട്ടുണ്ട്. ആൻസ് ബ്യൂട്ടി ക്ലിനിക്കിൽ നിന്നാണ്, ഞങ്ങൾ തൊട്ടടുത്താണ്, കോശത്ത് തന്നെയാണ്. അപ്പം അവിടെ പോയി ഞാനാണെങ്കിൽ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു എൻ്റെ ഒരാളെ കൊണ്ട് എൻ്റെ പെഡിക്യൂർ ഒന്ന് ചെയ്യിപ്പിക്കണം. ഞാൻ തന്നെ പെഡിക്യൂർ ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ സ്വന്തമായിട്ട് ചെയ്താലും അതെന്താണെന്ന് പറഞ്ഞാണല്ലോ, അതിൻ്റെ ആ ഒരു നമുക്കിപ്പോൾ ഒരു സ്ക്രബൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെത്താൻ സ്ക്രബ് ചെയ്യുന്നതും വേറൊരാൾ ഇരുന്ന് സ്ക്രബ് ചെയ്യുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വല്ലപ്പോഴും ഒക്കെ പോയി ഒന്ന് ഒരു പാർലറിലൊക്കെ പോയി സ്ക്രബ് ചെയ്യിപ്പിക്കണം, നല്ലതായിരിക്കും. അപ്പം ഞാൻ ഐബ്രോ ചെയ്യാൻ പോകണമായിരുന്നു. അപ്പം അതെനിക്ക് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തന്നെ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ പെന്ന് വെച്ചിട്ട് ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും. പക്ഷേ നമ്മൾ അങ്ങനെയാണല്ലോ കോവിഡ് കാലമെല്ലാം അതിജീവിച്ചത്. അപ്പം വല്ലപ്പോഴും പാർലറിലൊക്കെ പോയി ചെയ്യണ്ടേ. അപ്പം ഞാൻ ഐബ്രോ ചെയ്യാനും പെഡിക്യൂർ ചെയ്യാനും പിന്നെ വാക്സിങ് ഒക്കെ ഞാൻ വാക്സിങ് എനിക്ക് ഭയങ്കര പേടി. ഞാൻ തന്നെ വാക്സൊക്കെ ഉണ്ടാക്കി, അതുപോലെ തന്നെ കടയിൽ നിന്നും വാക്സിൻ സ്ട്രിപ്പൊക്കെ മേടിച്ചിട്ട് ഞാനൊന്ന് കാലൊക്കെ ഒന്ന് വാക്സ് ചെയ്യാനൊക്കെ ശ്രമിച്ചു. മൈ ഗോഡ്, സോ പെയിൻഫുൾ. എനിക്കത് വലിച്ചു വരയ്ക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, ഭയങ്കര പെയിനുമാണ്. പിന്നെ ഞാൻ വീറ്റിൻ്റെ ക്രീം വെച്ചിട്ടാണ് എപ്പോഴും എന്താ പറയുക, ലൈക്ക് ഒക്കെ വലിയ ഹെയറൊക്കെ റിമൂവ് ചെയ്യുന്നത്. ആക്ച്വലി അത് കൊള്ളത്തില്ല, കെമിക്കൽസാണ്, നമ്മുടെ ഹെൽത്തിന് അത്ര വലിയ നല്ലതല്ല. പിന്നെ പെട്ടെന്ന് ഹെയർ ഉണ്ടാവുകയും ചെയ്യും. എനിക്ക് PCOD ഉള്ളതുകൊണ്ട് ഭയങ്കര അങ്ങനെ അൺവാണ്ടഡ് ഹെയർ ഗ്രോത്ത് ആണ്. അപ്പം എനിക്കിത് ചെയ്യാതെ നിവൃത്തിയില്ല. അപ്പം ഞാൻ എല്ലാം കൂടി ഒരൊറ്റ ദിവസം പോകാമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പം നിങ്ങൾക്ക് എനിക്ക് കുറച്ച് അതൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പം നിങ്ങൾക്കും ഇവിടെ ഏരിയയിലുള്ളതല്ലേ, നിങ്ങളുടെ അടുത്തുള്ള കടകളിലൊക്കെയാണ്, നിങ്ങൾക്ക് അതൊക്കെ പോയി ചെയ്യാമല്ലോ. അപ്പോൾ എന്താണ് പ്രൊസീജിയറും എന്നൊക്കെ നിങ്ങൾക്കും കാണാമല്ലോ. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, കാലിൻ്റെ രോമം അത് ചൂടൊക്കെയാണോ? ഇച്ചിരി കൂടെ വേണോ ചൂട്? ഇല്ല, കുഴപ്പമില്ല, ചൂട് അത്രയും മതി. ഇനി ചൂടാക്കണ്ട, ഐസൊക്കെയാ. ചേച്ചീനെ തന്നെ ഇട്ടേക്കണേ. ഇതിനകത്ത് ഞാൻ സോക്ക് ഇട്ടിട്ടുണ്ട്. സോപ്പോ? സോൾട്ട് ഇട്ടിട്ടുണ്ട്. സോക്ക് വരും ഒരു കാലിങ്ങനെ അപ്പോൾ നമ്മുടെ സ്മൂത്ത് ആവും. അപ്പോൾ എനിക്ക് ഹീൽസ് ചെയ്യണ്ടേ, അപ്പോൾ സോക്ക് ഇടുമ്പോഴാണ് അത് ഒന്നുകൂടെ നല്ലോണം ഹീൽസ് ചെയ്യാം. ഓക്കെ എന്നിട്ട് നല്ല നെയ് പോളിഷ് ഇട്ട് തന്നെ കാലിലാകുമ്പോൾ ആരും കാണുമല്ലോ. ജെൽ പോളിഷ് ഇടാൻ നല്ലത് എന്നാണല്ലോ കുഴപ്പമില്ല. അതാകുമ്പോൾ ഇത് കണ്ടോ, എനിക്കിതൊക്കെ കണ്ടു ഒരു നാളായിട്ടറിയാം, കാലിൻ്റെ നഖമൊക്കെ നീണ്ടു, അതിങ്ങനെ നീണ്ടു വരും. അപ്പോൾ പെട്ടെന്ന് എടുക്കാനായിട്ട് ഇതായിട്ടില്ലെങ്കിൽ, അല്ല എനിക്ക് കാലാരും കാണുന്നില്ലല്ലോ, കൈ മാത്രമല്ലേ. കയ്യിലാണെങ്കിലും ഇവിടെ എല്ലാവരും വന്ന് ഇട്ടുകൊണ്ട് പോകുന്നത് മറ്റേ പേൾ പിങ്കൊക്കെ ഇട്ടിട്ട് പോകും. ഞാൻ ആദ്യം പെഡിക്യൂറാണ് ചെയ്യുന്നത്. അപ്പം വെള്ളം തിളപ്പിച്ച് സ്പായുടെ പാത്രത്തിൽ ഒഴിച്ചിട്ട് കാല് സോക്ക് ചെയ്ത് 20 മിനിറ്റ് വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് സ്ക്രബ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നെയിൽ പോളിഷിൻ്റെ കാര്യമൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യുമായിരുന്നു എന്താണെന്ന്. 20 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ട് സ്ക്രബ് ചെയ്യുകയാണ് രണ്ട് കാലും ഫുള്ള്, ഫീറ്റിൻ്റെ ഇൻസൈഡ്. ഞാനത് എപ്പോഴും ചെയ്യുമ്പോൾ നമുക്ക് കുറേ ചെയ്യുന്നതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ, നമ്മളെത്ര ചെയ്താലും അത്ര ഇതായിട്ട് പോകത്തില്ല. എൻ്റെ ഹീൽസിൽ ഭയങ്കര സ്കിന്ന് ഡ്രൈ ആയിരുന്നു എന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പം ചേച്ചി എന്നോട് ഇടയ്ക്കിടയ്ക്ക് എല്ലാം കഴിഞ്ഞപ്പോൾ ചോദിക്കുന്നതായിരുന്നു, കാലിൻ്റെ ഹെവിനെസ് കുറഞ്ഞോ, അതായത് നല്ല സോഫ്റ്റായിട്ട് തോന്നുന്നുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നൊന്നുമില്ലായിരുന്നു അന്നേരം, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കാലിൻ്റെ ഹീൽസ് ഒന്ന് തൊട്ട് നോക്കിയപ്പോൾ മൈ ഗോഡ്, അമേസിങ്, ഭയങ്കര സോഫ്റ്റ്. അത്രയും നാളും ഭയങ്കര ഹാർഡ്, കാരണം എനിക്കറിയാം വേദനയൊക്കെ വരുമ്പോൾ ഞാൻ ഏത് നേരം കാല് തിരുമ്പുവാണല്ലോ. നല്ല സൂപ്പറായിരുന്നു. എൻ്റെ ആ നെയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എൻ്റെ പേഷ്യൻ്റ്
അതിൻ്റെ ഫ്രെയിം എൻ്റെ കാലെ കയറ്റി എൻ്റെ ബ്ലഡ് ക്ലോട്ടായി ചതഞ്ഞു പോയ വിരലാണത്. അപ്പം ചേച്ചി അതിൻ്റെ നഖമെല്ലാം വെട്ടി കാലിൻ്റെ സൈഡിലുള്ള ക്യൂട്ടിക്കളിൻ്റെ സൈഡിലുള്ള നല്ല അഴുക്കുകൾ നമ്മുടെ നെയിൽ എപ്പോഴും ഉണ്ടല്ലോ. ഞാൻ അപ്പോൾ കുറേ നാളായി ഇതൊക്കെ ചെയ്തിട്ട്, എക്സാമിൻ്റെ ഇത് തുടങ്ങിയ പിന്നെ ഇതൊന്നും സമയം കിട്ടിയിട്ടില്ല. നിങ്ങൾ എൻ്റെ വീഡിയോ ലാസ്റ്റ് കണ്ടു 100 പ്രാവശ്യം, അന്നാണ് ഇത് ഒന്ന് ചെയ്തത്. അത് പിന്നെ ചെയ്തിട്ടേ ഇല്ല. അപ്പം നല്ല അഴുക്കുണ്ടായിരുന്നു. പിന്നെ ഈ ക്രീമും ഒക്കെ നമ്മൾ തേക്കുന്നതും വേർപ്പും എല്ലാം കൂടെ അവിടെ അടിഞ്ഞു കൂടുവാണല്ലോ, നിങ്ങൾക്ക് കാണാമല്ലോ. പിന്നെ ആ നെയിൽ അങ്ങനെ ചതഞ്ഞു പോയത് കൊണ്ട് ചേച്ചി ഇതിനകത്തൊരു ട്രിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ കാലിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോകാവുന്നതാണ്. അപ്പം നിങ്ങൾ നോക്കൂ, നല്ല നന്നായിട്ട് ഉരച്ചൊരച്ചൊരച്ച് നമുക്ക് ഇത് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. എന്താണെന്നറിയോ ചേച്ചി, ഇതിനകത്ത് മറ്റേ ഇതിട്ടോട്ടെ, ആ ചെറിയ ഒരു മെഷീൻ കൊണ്ടൊന്ന് കുറച്ചൊന്ന് അതിൻ്റെ തിക്നെസ് കുറയ്ക്കട്ടെ. എന്നാലേ കറുത്ത കളറിലെ സാധനം നമുക്ക് ഒരു ലെയർ കളയാൻ പറ്റുള്ളൂ. ഇതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ബ്ലഡ് ക്ലോട്ടായി അത് ചതഞ്ഞ് കിടക്കുന്ന നഖത്തിൻ്റെ ഒരു തിന്നാക്കുവാണ് ചേച്ചി മെഷീൻ ഉപയോഗിച്ച്. അതായത് ഒരു എന്താ പറയുന്നത്, എനിക്കിനി പറയാനൊന്നും അറിയില്ല. അത് വെച്ചിട്ട് അപ്പോൾ ആ സ്കിൻ്റെ കുറേ ബ്ലാക്ക് കളറില്ലേ അതൊക്കെ കുറേ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളതിൻ്റെ ഫുൾ പ്രോസസ്സ് കാണൂ, എങ്ങനെയാണത് ചെയ്യുന്നത്. അത് കാരണം ഞാനിത് ഓടിച്ച് കാണിക്കുന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെ നമ്മുടെ കാല് ചതഞ്ഞ് കിടക്കുന്നവർ, അപ്പം നെയിൽ പോളിഷ് ഇട്ടാൽ പോലും ആ കറുത്ത കളർ ഭയങ്കരമായിട്ടും ഒരു വൃത്തികേടായിട്ട് കാണുമായിരുന്നു, നമ്മൾ ഡാർക്ക് ഇട്ടാൽ പോലും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർക്ക് ഇവിടെ പോകണമെങ്കിൽ എന്താണ് സംഭവിക്കണമെന്ന് അറിയാനുള്ള ജിജ്ഞാസ ഉണ്ടെങ്കിൽ അവർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഭാഗം മാത്രം ഫോർവേഡ് ചെയ്ത് കാണിക്കാതെ. അപ്പോൾ നിങ്ങളത് കാണൂ. ഓക്കെ. അതെ, കുഴപ്പമില്ല. ഒത്തിരി നേരം വലിയ വിലയില്ല. ഞാൻ നെയിൽ പോളിഷ് ഇടാൻ വേണ്ടിയിട്ടേ എങ്ങനെ കുത്തി വെക്കാൻ പറ്റും, എങ്ങനെ വെക്കണം. ഇപ്പോൾ കുഴപ്പമില്ല, കുറച്ച് ഇതിനെ ഇങ്ങനെ കുത്തി അങ്ങനെ മാക്സിമം അത് താഴ്ന്നിരുന്നാൽ നമുക്ക് നെയിൽ പോളിഷ്. ഇപ്പം ഏത് കളർ ആദ്യം ഞാൻ ഇടണം എന്ന് പറഞ്ഞേ? ചേച്ചിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കളർ കേട്ടോ. ഈ നെയിലൊക്കെ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ സ്വന്തമായിട്ടുള്ള പരിപാടിയില്ല, കുറേ നാളോട്ടൊക്കെ ഒന്നും ചെയ്യുന്നുമില്ല. ഇതിനകത്ത് നഖമില്ല, ഒരിക്കലും നഖം വളരത്തില്ലപ്പേ. അതെന്താ? അത് ഹൈഡ്രേറ്റർ. ബ്രേക്ക് ആയി.
ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യം. കാരണം ഇങ്ങനെ പിടിക്കുമ്പോൾ അത് താഴത്തേക്ക് ഒഴുകി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടമാണോ ഈ കളറ്? ഓക്കെ. അപ്പം അതെ, ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട കളർ ഇപ്പോൾ അതാണ്. ആക്ച്വലി പിങ്ക് കളറാണ്, പക്ഷെ നന്നായിട്ട് വിരലിൽ കാണുന്നത് ആ കളറാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പം നമ്മൾ നെയിൽ പോളിഷ് ഇടുമ്പോഴത്തേനും കാലിലെല്ലാം നമ്മുടെ ഈ കാലിൻ്റെ വിരലിങ്ങനെ അടുപ്പിച്ചിരിക്കുമ്പോഴത്തേനും അത് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ആ സാധനം. എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ അറിയാൻ മേലാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. അതുകൊണ്ടാണ് അത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പം നിങ്ങളിപ്പോൾ കാണുമ്പം നിങ്ങൾ ഞെട്ടരുത് എൻ്റെ കാലിലിടുന്ന ഓരോ കളറുകൾ കണ്ടോക്കെ. അപ്പം അടുത്ത കളർ ഗ്രീൻ. അതിനകത്ത് കുറച്ച് ഗ്ലിറ്ററൊക്കെ ഉള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രീൻ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. റെഡ്, ഗ്രീൻ, ഓറഞ്ച് എൻ്റെ ഫേവറേറ്റ് കളേഴ്സാണ്. അപ്പം അടുത്ത വിരലിൽ ഗ്രീൻ ഇട്ടു. എനിക്ക് പല കളറിലുള്ള നെയിൽ പോളിഷിൽ എൻ്റെ കാലിൽ ഇട്ട് തന്നു ചേച്ചി എൻ്റെ ഇഷ്ടപ്രകാരം. ഇനി അത് മൊത്തം ഡ്രൈ ചെയ്യണം. അപ്പം ഡ്രൈ ചെയ്യുന്നതാണ് നെക്സ്റ്റ് പാർട്ട്. ഓക്കെ, ഇഷ്ടമായതാ. ഈ നഖം വളർന്നു കഴിയുമ്പോൾ ഓക്കെ ആയിരിക്കും. ഇച്ചിരി കൂടെ നഖം നീളണം, എന്നാലാണ് അത് കാണാൻ ഭംഗി. ആ നഖത്തിന് കൊച്ചിനൊരു ഇതുണ്ട് കണ്ടോ, ഞാനത് ക്ലീൻ ചെയ്ത് ഇതാക്കിയുണ്ട്. മറ്റേ നഖം ഒരിക്കലും ഒന്നും കൂടെ കാണാൻ ഭംഗി. ആ നഖം ഞാൻ ഉള്ളിലത്തേക്ക് എടുത്തു. ആ നഖം അങ്ങനെ കയറി എന്ന് പറഞ്ഞില്ലേ, അപ്പം അതുകൊണ്ട് അതിൻ്റെ ആ സ്കിന്നിൻ്റെ ഉള്ളിലൊക്കെ ഇതായിട്ടിങ്ങനെ സ്കിന്നിങ്ങനെ സ്പോയിൽഡ് ആയിട്ടിരിക്കുക. അത് ഞാൻ എടുത്തത് കൊണ്ടാണ് അവിടെ ആ ഒരു ഇത് വന്നത്. മനസ്സിലായ? അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് പഴുക്കും, പയ്യെ പയ്യെ കുഴിനകം പോലെ വരും. അപ്പം അതുകൊണ്ട് ഞാൻ സൈഡിൽ നിന്നും എല്ലാം ഞാനത് എടുത്ത് കളഞ്ഞു. മനസ്സിലായ? അതാണ് അതിൻ്റെ ആ ഒരു ചെറിയൊരു ഇത്. ഇത് തന്നെ ഇവിടെ വെച്ചു. മറ്റേനേക്കാൾ ഒരിച്ചിരിയും കൂടെ നഖമുള്ളത് ഇതിനാണ്. ഇത് വൺസ് ഒന്ന് ഇനി ഇത് നീട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം നമുക്കിതിനെ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തേക്ക് പോയിട്ടുണ്ടല്ലോ, ഇനി അതൊന്ന് ഇത് സ്റ്റിക്കായി കേട്ടോ. അന്നേരം ഇത് ഇതിനകത്ത് പിടിച്ചു, നന്നായിട്ടും സെറ്റായിട്ടുണ്ട്. കണ്ട തൂത്തട്ട് ഇതിനകത്ത് വരാത്ത. ഞാനിത് നമ്മൾക്കൊരു ഒരു സംഭവം ഉണ്ട് കണ്ടോ, ഒരു ഈ നെയിൽ റിമൂവർ പോലെ തന്നെ ഒരു സാധനമാണ് അത്. പോസ്റ്റ് പ്രിപ്പറേഷൻ ആണത്. ഇതുകൊണ്ട് നമ്മൾ തൊട്ട് നോക്കി കഴിയുമ്പോൾ നമുക്കറിയാം ഇത്. കാല് നീട്ടി വെച്ചോ. അപ്പം ചേച്ചി നല്ല ക്രീമൊക്കെ ഇട്ട് കാല് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് തരുവാണ്. നല്ല സുഖമുണ്ടായിരുന്നു. അപ്പം നല്ല കാല് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് അന്നേരം ഫീൽ ചെയ്തില്ല, പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എൻഡിലാണ് എനിക്ക് ശരിക്കും അത്ര അങ്ങ് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ കാലും അതായത് നമ്മുടെ ഹാഫ് ലെഗും ഫീറ്റും ഫുള്ള് മസാജ് ചെയ്യുന്നുണ്ട്. ക്രീമും എന്തോ ലോഷനൊക്കെ ചേച്ചി ഉപയോഗിച്ചു, എന്താണെന്ന് ചോദിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ ഓൾറെഡി മടുത്തായിരുന്നു, അതുകൊണ്ടാണ്. നല്ല സൂപ്പറായിരുന്നു. ഇതും സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം അടുത്ത പരിപാടി തുടങ്ങുവാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഐബ്രോ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഐബ്രോ ത്രെഡ് ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ ചേച്ചി കുറച്ച് വാക്സിങ്ങും ചെയ്യുന്നുണ്ട് കേട്ടോ. Have you heard from anyone? അങ്ങനെ
വേദനകൾ ഒന്നും അത്രയൊന്നുമില്ല കേട്ടോ. ഞാൻ ഒത്തിരി പേരുടെ അടുത്ത് അത്രയും വർഷങ്ങളായിട്ട് എടുക്കുന്നുണ്ട്, അത്ര വലിയ വേദനയൊന്നും തോന്നുന്നില്ല. ഇടയ്ക്കൊരു ചെറിയ വേദന മാത്രമേ ഉള്ളൂ. നമുക്ക് സഹിക്കബിൾ പെയിനാണ് കേട്ടോ. ഓക്കെ, ഞാനിങ്ങനെ എല്ലാവർക്കും അറിയാമല്ലോ ത്രെഡ് ഇങ്ങനെ ചെയ്യണേന്ന്. അപ്പോൾ ഇങ്ങനെ കൈവച്ച് മുകളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴത്തേനും നമുക്ക് ഓരോ ഹെയർ ഫോളിക്കിൾസും നന്നായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അധികം വേദനയൊന്നും എടുക്കത്തില്ല. ഓക്കെ, അപ്പം അതാണ് നെക്സ്റ്റ് പ്രോസസ്സ്. അപ്പം കുറച്ചിങ്ങനെ ലോങ് ആയിട്ടുള്ള ഈ ഉണ്ടല്ലോ ബ്രോസ്, അതൊന്ന് ഞാനൊന്ന് ചെറുതാക്കി തരാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടൊന്ന് സിസർ ഉപയോഗിച്ചിട്ട് ഒന്ന് ചെറുതാക്കുവാണേ. ആ സൈഡിൽ നോക്കി, ഇപ്പുറത്തെ സൈഡ് നോക്ക്. ഒന്നുകൂടെ തിന്നണം. ഇച്ചിരി കാണേ എവിടെ നിന്ന് എടുക്കണം? ഇവിടെ നിന്ന്, അവിടെ നിന്ന് ഇവിടെ ഓക്കെയാണ്. ഓക്കെ, ആ മിഡിലിൽ. ഈ ഓക്കെ, സ്മൂത്തായിട്ട് വെള്ളം പോലെ തോന്നുന്നുണ്ടോ? തൊട്ട് നോക്കി. ഞാനിങ്ങനെ എഫർട്ട് എടുത്ത് സമയമെടുത്ത് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ്. മൊത്തം പോയി. ഇതിവിടെയൊക്കെ തൊട്ട് നോക്കി കണ്ടോ? സമയമെടുത്ത് ചെയ്താലും സോഫ്റ്റ് ആയില്ലേ നല്ലോണം. അത് നിൽക്കാതെ ചേച്ചി പെട്ടെന്ന് ചെയ്തേരാം. കൊച്ചു എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ നല്ല രസമുണ്ട് പിരിക്കും. അത് ഒന്നും കുഴപ്പമില്ല, കാണുമ്പോൾ നല്ലോണം. ചേച്ചി ഇവിടെ ജസ്റ്റ് ഒന്ന് എടുത്തന്നെ. കൊച്ചു കുറച്ച് ഇവിടെ ഇങ്ങനെ പൊട്ടെടുത്തെടുത്ത് ഒട്ടും നല്ല ഒരു ഇച്ചിരി ക്രീം നോക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. ഇതൊക്കെ വേറെ എടുക്കില്ല, അങ്ങനെ എടുക്കില്ല. ഇങ്ങനെ അങ്ങനെ വിളിച്ചു അങ്ങനെ ഉണ്ടോ? ഇതിങ്ങനെ വിളിച്ച് കളിച്ച് വിളിച്ച് അങ്ങനെ വിളിച്ചു അങ്ങനെ വിളിച്ചു. ആദ്യമായിട്ട് ചെയ്യുന്നോണ്ടാ, കുറേ ഉണ്ടല്ലോ. പക്ഷെ അത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് വളരാൻ കുറേ താമസിക്കും. വലിച്ചു വിളിച്ചു വേറെ എടുക്കൂലടാ, പേടിയാത്. പക്ഷെ കൈ വിട്ട് വിട്ട് നേരെ വിട്ട് ഒന്നും ചെയ്യണ്ട മോനെ. ഇല്ലടാ, ഒന്നും കഴിക്കണ്ട. വെറുതെ ഇല്ലില്ല, ഒന്നും കഴിക്കണ്ട. ചെറിയൊരു ചൂട്. ഞാൻ ജസ്റ്റ് അതൊന്ന് പിടിച്ചു. ഇതിനാണ് എന്തൊരു പോകുന്നോ സാധനം യൂസ് ചെയ്യുമ്പോൾ ആ സാധനം അങ്ങനെ ഭയങ്കരമായിട്ട് അതിങ്ങനെ എല്ലായിടത്തും വളരാത്തടത്തും കൂടെ രോമങ്ങൾ വളരും. മനസ്സിലായോ? കൊച്ചിത് കുറച്ച് പ്രാവശ്യം ഇത് ചെയ്യുമ്പോഴേക്കും ചേച്ചിനെ കൊച്ചൊന്ന് സമ്മതിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്കൊരു കാര്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അടിപൊളിയായി. കൊച്ചൊന്ന് നാക്കിട്ട് അവിടെ ചേച്ചി ത്രെഡ് കൊണ്ട് നാക്കിയുള്ളത് അങ്ങനെ പയ്യെ മിസ് ഇട്ടേക്കുന്നതുകൊണ്ട് ആ സാധനം ത്രെഡ് കൊണ്ട് പെട്ടെന്ന് പോയി. കൊച്ചു ഇല്ല ഇങ്ങനെ വെച്ച് കൊച്ചാദ്യം ചെയ്യുന്നുണ്ട്. കൊച്ചിന് ഫ്രീ ഇഷ്ടമായോ? വിചാരിച്ചത്ര പേരുണ്ടായിരുന്നില്ലല്ലോ തക്കുടു. അതാ ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യാമെന്ന്. ഇനിയിപ്പോൾ അത് മറ്റേത് സാധനം പെട്ടെന്ന് ഇടല്ല കേട്ടോ. അങ്ങനെ നമുക്ക് ആ ഗ്രോത്ത് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അത് ഞാനിപ്പോൾ കേട്ടത് ഒരു മുടി തന്നെ കൊച്ചിൻ്റെ മുടി വെച്ചാൽ പറയാം. എല്ലാവരും ഇങ്ങനെ പറഞ്ഞ കേട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ തന്നെ ചെയ്തേനെ. ഞാൻ പറയാം വേദന വരുമ്പോൾ പറയണം കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ സുന്ദരിയാണ്. കുറെ പ്രാവശ്യം You know this? What's that?
there is a treatment for this thing. You see? Traditional treatment. Yeah, there's a treatment for it. You can't Yeah. have burned off This as well. is the traditional thingy. Ah. Yeah. Like a thingy there. So I can take that off. But my hair is not strong. Yeah. So it is breaking. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലായിരിക്കും എന്താ അവിടെ നടക്കുന്നതെന്നല്ലേ. എൻ്റെ മുഖത്തിങ്ങനെ കറുത്തൊരു മോൾ പോലെ വന്നിട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഞാൻ സ്ക്രബ് ചെയ്ത് അതോരെണ്ണം നന്നായിട്ട് ഇങ്ങനെ വിട്ടു പോരാറായിട്ടില്ല, കുറേ നാളായി തൂങ്ങി കിടക്കുക. അപ്പോൾ ചേച്ചി എൻ്റെ മുടി വെച്ചിട്ട് അത് കെട്ടി, അപ്പം ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞ് കഴിയുമ്പോൾ അതങ്ങ് പറഞ്ഞു പോരും. It will fall down in 2-3 days or in a week. It will fall down. ഗിഫ്റ്റ് കാണിച്ച ഗിഫ്റ്റ്. See, she made it by herself. ബ്യൂട്ടിഫുൾ. Yeah. അപ്പോൾ ചേച്ചിക്ക് അമ്മച്ചി ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി കൊടുത്താണ്. അമ്മച്ചി പൈസയൊന്നും മേടിക്കില്ലെന്നൊക്കെയാണ് പറഞ്ഞത്, എനിക്കറിയില്ല. നമ്മൾ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി ഇരുന്നേ. അപ്പം ഞാൻ ഇത് ഒരു ഫോട്ടാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ പെയിൻ. എനിക്ക് ഈ വേദന ഇഷ്ടമാണ്. മോസ്റ്റ് പ്രോബ്ലം അത് ഒരു വേദന വരൂടാ. ക്വൈറ്റ് നോർമലാണ്. അതങ്ങനെയാണ് കണ്ടോ, അത്രയും ഹെയർ ഉള്ളതല്ലേ, പക്ഷെ അത് പോകുന്ന ഭാഗങ്ങൾ കണ്ടോ. അതിനിട്ട് ഫൈനലാണ്. കൊച്ചെന്നിട്ട് ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരം ചെയ്ത് തന്നെ ആ ക്രീം കൊച്ചിനെ കാലിലൊന്ന് തൂക്കണേ. ഇതിലൂടെ എന്തെങ്കിലും തെളിഞ്ഞാൽ കൊച്ചിനെ ക്രീമും തൂക്കും. അങ്ങനെ ചേച്ചിയുടെ നിർബന്ധപ്രകാരമാണ് ഞാനിത് വാക്സിങ് ചെയ്തെങ്കിലും ഭയങ്കര വേദനയൊന്ന് പേടിച്ചെങ്കിലും ചെയ്തു തന്നപ്പോൾ നല്ല സൂപ്പറായി. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. നല്ല വൃത്തിയായ കാലം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും സുഖമായിട്ടിരിക്കുക. അപ്പം നമുക്ക് വേണ്ടിയും ചില ദിവസങ്ങൾ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്ന് നിങ്ങളെ കാണിക്കുകയാണ് ഞാൻ. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ. നമ്മുടേതായ ചില കാര്യങ്ങൾ നമ്മുടെ ബോഡിയും നമ്മൾ ലുക്ക് ആഫ്റ്റർ ചെയ്യണം. നമ്മുടെ ജോലിയും തിരക്കും സ്ട്രെസ്സും എല്ലാം കാരണം നമുക്ക് ചിലപ്പം സെൽഫായിട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പോൾ വിൻ്ററൊക്കെ തുടങ്ങുവാണ്, പിന്നെ എക്സാമിൻ്റെ സ്ട്രെസ്സൊക്കെ ആയതുകൊണ്ട് എനിക്കതൊന്നും എനിക്ക് എൻ്റെ തന്നെ ലുക്ക് ആഫ്റ്റർ ചെയ്യാൻ എനിക്ക് സമയമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു നമുക്ക് റിലാക്സ് ആയിട്ട് ഒരു സ്ഥലത്ത് പോയി എന്നിട്ട് ആരെങ്കിലും നമുക്ക് ചെയ്തു തരണം, എന്താ നല്ല സുഖം അല്ലേ. അങ്ങനെയാണ് പോയത്. അപ്പോൾ പൈസയുടെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായ സമയത്തൊന്നും നമ്മളൊന്നും ആരും പോകത്തില്ല. ഇപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നി അതുകൊണ്ട് പോയി. ഓക്കെ, അതിന് ആരും കമൻ്റ് ഒന്നും പറയരുത്, ഇവിടെ ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ല അന്നേരമാണ് ഇതൊക്കെ ചെയ്യാൻ പോണേന്ന്. പറ്റുന്നവർ മാത്രം പോവുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യുക. ഓക്കെ. അപ്പം എനിക്ക് നല്ല മാറ്റമുണ്ട്. പെഡിക്യൂർ ഒരാൾ ചെയ്തു തന്നപ്പോൾ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് അത്രയും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പഠിച്ചു. അപ്പം വല്ലപ്പോഴൊക്കെ കടയിൽ പോയി ചെയ്യും, ബാക്കി നമ്മൾ സെൽഫായിട്ട് ചെയ്യും. ഇപ്പം നല്ല വൃത്തിയായി കാലൊക്കെ. ഓക്കെ.